എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി 130 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം ഇന്ന് പകൽക്കാലം വായിക്കുന്നു. 130 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ആമേൻ. സ്തോത്രം. നമുക്കറിയാം, ഇത് വായിച്ചു വരുമ്പോൾ തന്നെ നമുക്കറിയാം, തലക്കെട്ട് കാണുമ്പോൾ ഇത് ദാവീദ് തന്നെയാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ആരോഹണ ഗീതം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതൊരു പ്രാർത്ഥനാ സങ്കീർത്തനമെന്നും ആമേൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു സങ്കീർത്തനമെന്നൊക്കെ ദൈവഭക്തന്മാർ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ആമേൻ സ്തോത്രം ഈ സങ്കീർത്തനവും 120 സങ്കീർത്തനം കൂടി ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ 120 സങ്കീർത്തനം മുഖവരയായി നമുക്കവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 120 സങ്കീർത്തനം 1 വാക്യം പറഞ്ഞു, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് അരുളുകയും ചെയ്തു. അപ്പോൾ ഭക്തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ആമേൻ ജീവിതത്തിനകത്ത് കൊടുത്തിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കൂ, ഏതെല്ലാം തലത്തിൽ ദൈവത്തെ ആരാധിക്കാമോ, ഏതെല്ലാം തലത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താമോ, ആ തലത്തിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 130 സങ്കീർത്തനം. അതിൻ്റെ 8 വാക്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഓരോ വാക്യത്തിനകത്തും എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ വാക്യവും വിളിച്ചു പറയുന്നത് ആയിരക്കണക്കിന് ദൂതുകളാണ്. ഇവിടെ വായിക്കുന്നത്, യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ നിലയില്ല കയത്തിൽ ഇറങ്ങി നിന്ന് നിലവിളിക്കുന്ന ആ തലത്തിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആമേൻ. ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുക. സ്തോത്രം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഹൃദയത്തിനകത്തു നിന്നാണോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, അല്ലെ മനുഷ്യനെ ആമേൻ പ്രീതിപ്പെടുത്തുവാനോ ആ വ്യക്തികളെ പ്രീതിപ്പെടുത്തുവാനോ വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ വിളിക്കുന്നത്? അല്ല. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആമേൻ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആരെല്ലാം ഇന്ന് പ്രഭാതത്തിൽ നിൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഓരോ വാർത്തകളും അത് നിൻ്റെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം ആലോചന കൈമാറുകയാണ്. ദൈവകുഞ്ഞെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ആമേൻ റിസൾട്ടുകൾ കാണാൻ കഴിയാതെ നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടെ വിളിച്ചു പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചേ. ആമേൻ, ഞാൻ ആഴത്തിൽ നിന്ന് നിന്നോട് നിലവിളിക്കുന്നു. 2 വാക്യം പറഞ്ഞത്, കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. കണ്ടോ? അപ്പോൾ തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥനയും ദൈവത്തോടുള്ള ആഴത്തിലുള്ള സ്നേഹവും ആ ഒരു ബഹുമാനവും ആണ് ഈ പുസ്തകത്തിനകത്ത് ദാവീദ് എഴുതി പിടിപ്പിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൂത് 69 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 69 സങ്കീർത്തനത്തിനകത്ത് വലിയ ആശയങ്ങളും വലിയ ആമേൻ മർമ്മങ്ങളും കൊടുത്തിരിക്കുമ്പോൾ 2 വാക്യം മുതൽ 14 വാക്യം വരെ നമ്മൾ വായിക്കും. എന്നാൽ 2 വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാൻ നിലയില്ല ആഴമുള്ള ചേറ്റിൽ താഴ്ന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. കണ്ടോ? താൻ കിടക്കുന്നത്, താനൊരു രാജാവാണ്. തൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികൾ,
തൻ്റെ ഭാര്യയിൽ നിന്ന് വരുന്ന വേദനകൾ, തൻ്റെ ഏറെ സ്നേഹിക്കുന്ന മക്കളിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾ, മക്കളെ താൻ ഏറെ സ്നേഹിച്ചു. അബ്ശലോം തനിക്കെതിരെ തിരിഞ്ഞു. തൻ്റെ പട്ടാള ഭരണത്തിൽ കൂടെ അപ്പൻ്റെ കസേരയെ താഴെ ഇറക്കാൻ പെടാപ്പാടുപെടുന്ന അബ്ശലോം, ആമേൻ, തലമുറയെ കൊണ്ട് വളരെ വേദന അനുഭവിക്കുന്ന ദാവീദ് രാജാവിനെ കാണാൻ കഴിയുന്നു. ജനങ്ങളെ സംബോധന ചെയ്യുമ്പോൾ തൻ്റെ ഹൃദയം വളരെ വേദനിക്കുന്നുണ്ട്. വേണ്ടും വണ്ണം രാജസന്നിധിയിൽ പോയിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയാത്ത തലത്തിൽ ദാവീദിനെ ഞെരുക്കിക്കളഞ്ഞു. ദാവീദിനകത്ത് പൊങ്ങി നിൽക്കുന്ന വേദനയുടെ വലിയൊരു പർവ്വതം തന്നെ ഉണ്ട്. പലപ്പോഴും അതിനെ പൊട്ടിച്ചു കളയാൻ താൻ ആഗ്രഹിച്ചിട്ടും, ആമേൻ, സ്തോത്രം, ദാവീദ് പറയുന്നൊരു വാക്ക് കേട്ടോ, എൻ്റെ നിലവിളിയാൽ ഞാൻ, ആമേ, തളർന്നിരിക്കുന്നു. കണ്ടോ, എൻ്റെ നിലവിളിയാൽ ഞാൻ എന്ത് ചെയ്യുന്നു? തളർന്നിരിക്കുന്നു. അവൻ നിലവിളിച്ച് കരയുക. എൻ്റെ ദൈവപൈതലെ, പലപ്പോഴും തലമുറയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന, ആമേൻ, ആയിരക്കണക്കിന് മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തലമുറ, ആമേൻ, ലഭിച്ചു കഴിഞ്ഞ ശേഷം ആ തലമുറയെ കൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും, ആമേൻ, ഈ ഭൂമുഖത്തുനിന്ന് മാറ്റപ്പെട്ടാൽ മതിയെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളെ, ആമേൻ, നമുക്കറിയാം. അപ്പനും അമ്മയ്ക്കും സ്വസ്ഥത കൊടുക്കാത്ത ഒരു കൂട്ടം തലമുറകൾ, അപ്പനും അമ്മയും അനുസരിക്കാത്ത ഒരു കൂട്ടം തലമുറകൾ, ആമേൻ, അപ്പനും അമ്മയും ബഹുമാനിക്കാത്ത, റെസ്പെക്റ്റ് കൊടുക്കാത്ത, അപ്പനെ സ്നേഹിക്കാത്ത, അമ്മയെ സ്നേഹിക്കാത്ത ഒരു കൂട്ടം തലമുറകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ ദാവീദ് രാജാവ് പറയുക, എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തെക്കാളും അധികമാകുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ, വൃഥാ എനിക്ക് ശത്രുക്കളായി, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എന്നെ, ആമേൻ, സ്തോത്രം, തകർത്ത് കളയാൻ, ദാവീദിനെ തകർത്ത് കളയാൻ, ആമേൻ, ഒരു കാരണവുമില്ലാതെ. ഒരു കാര്യം വ്യക്തമായിട്ട് ഈ വചനത്തിൽ കൂടെ ദൂതാറ്റ് പറയട്ടെ, അഭിഷേകമുള്ളവൻ എപ്പോഴും പ്രശ്നമാണ്. ആമേൻ. അവൻ ആദ്യത്തെ പ്രശ്നം അവൻ്റെ കുടുംബത്തിനകത്താണ്. അവനേറെ സ്നേഹിക്കുന്ന അവൻ്റെ ഭാര്യയിൽ നിന്നാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ അഭിഷക്തന്മാർ അനുഭവിക്കുന്നത് തന്നെ. ഇന്ന് ഏറ്റവും കൂടുതൽ അഭിഷക്തന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ആമേൻ, ഇന്ന് ഉന്നതങ്ങളിൽ നിൽക്കുന്ന അഭിഷക്തന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന വീട്ടിനകത്തുനിന്ന്, തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നാണ്. നാളെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരിൽ നിന്നാണ് തനിക്ക് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുക. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത്, ആമേൻ, ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചൊരു മനുഷ്യനായ ഇയ്യോബ്. തൻ്റെ ജീവിതത്തിൽ ആരാ എതിരെ തിരിഞ്ഞത്? തൻ്റെ ഭാര്യ. സ്തോത്രം. ആമേൻ. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൂടെ, ഇതെല്ലാം തട്ടിപ്പാ എന്ന് പറയുന്ന വ്യക്തികൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് പകൽക്കാലം നമുക്ക് വേറെ ജോലിയെല്ലാം ചെയ്യാം, ഇതൊക്കെ തട്ടിപ്പാ, ഇതെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ, ഒരു സ്തോത്രം, ഒരു ഹല്ലേലൂയ, ദൈവത്തിന്റെ മുൻപിൽ ആയിരിക്കുന്ന അഭിഷക്തന്മാരെ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, നിങ്ങൾ ഈ പ്രത്യാശ വയ്ക്കുന്നവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. സ്തോത്രം, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം, ആമേൻ, നാണിച്ചു പോകരുതേ. കണ്ടോ, ഭക്തന്റെ പ്രാർത്ഥനയാ. ഇന്ന് പ്രഭാതം പറയണം, കർത്താവേ, നിന്റെ നിമിത്തം ഞാൻ എന്ത് ചെയ്യരുത്? നാണിച്ചു പോകരുത്. ആരുടെ മുമ്പിലും തലകുലിപ്പാൻ, ആരുടെ മുമ്പിലും നശിച്ചു പോകുവാൻ നീ ഇടയാക്കരുത്. കാരണം എൻ്റെ മേലിരിക്കുന്ന നിന്റെ അഭിഷേകമാണ്. നിന്റെ അഭിഷേകം എൻ്റെ മേലിരിക്കുമ്പോൾ, ആമേൻ, ഞാൻ ഒരിക്കലും ഒരിടത്തും തല താഴ്ത്തിപ്പെടുവാൻ നീ അനുവദിക്കുന്ന ദൈവമല്ല. അതെനിക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ ഇന്ന് പകലിൽ സ്വർഗം ആരുടൊക്കെയോ അരുളപ്പാടറിയിക്കുന്നു, നീ ലജ്ജിച്ചു പോകേണ്ട അടുത്ത് സ്വർഗം ലജ്ജിച്ചു പോയിട്ടുണ്ട്. നീ തകർന്നു പോകേണ്ട സ്ഥലത്ത് സ്വർഗം നിനക്ക് വേണ്ടി തകർന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നീ എവിടെയെല്ലാം തോറ്റുപോയോ അവിടെയെല്ലാം നിനക്ക് പകരം കർത്താവ് തോറ്റു. അത് നിനക്ക് വേണ്ടി മാത്രമാണ്. അത് നിൻ്റെ കുടുംബത്തിന് വേണ്ടി,
നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ ആ കർത്താവിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നെ ആമേൻ ഉറപ്പിച്ചു നിർത്താൻ എൻ്റെ കർത്താവിന് കഴിയും ദൈവ പൈതലേ. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനകത്ത് ദൈവം നിന്നെ നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 55-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിളിച്ചു പറയുന്നത്, യഹോവേ, ഞാൻ ആഴമുള്ള ആമേൻ കുണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. കണ്ടോ? ആഴമുള്ള, ആർക്ക് ഓടിയെത്താൻ കഴിയാത്ത തലത്തിൽ കിടക്കുന്ന ആ കുണ്ടറയ്ക്കകത്ത് നിന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? വിളിച്ചപേക്ഷിക്കുകയാണ്. ആമേൻ. നിന്റെ നാമത്തെ ഞാൻ ഉയർത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയാം, കർത്താവേ, വെള്ളം എൻ്റെ തലയ്ക്കു മീതെ കവിഞ്ഞൊഴുകി ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. ഇല്ല ദൈവ പൈതലേ, കഴിഞ്ഞ ദിവസം നീ പറഞ്ഞില്ലേ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പതിച്ചിരിക്കുന്നു. സ്തോത്രം. നിന്റെ നെടുവീർപ്പ്, നിന്റെ നിലവിളി, ഇതെല്ലാം എത്തുന്നൊരു ദൈവസന്നിധിയുണ്ട്. ഇന്ന് പ്രഭാതം നീ ആരെ ചൊല്ലിയാണോ ദുഃഖിക്കുന്നത്, നീ ആരെ ചൊല്ലിയാണോ ഭാരപ്പെടുന്നത്, അത് നിനക്ക് അനുഗ്രഹമാകാൻ പോകുകയാണ്. സ്തോത്രം. നീ ആരെ ചൊല്ലിയാണോ ഇന്ന് പകലിൽ നീ ഭാരപ്പെടുന്നത്, അത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും മിറക്കിളായി ഭവിക്കാൻ പോകുകയാണ്. കർത്താവിലേക്കൊന്ന് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ പിന്നെയും അനുഗ്രഹിക്കണമേ. വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം മാനിക്കണം, അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.